ഇറാൻ്റെ ഡാൻസ് മിസൈൽ അമേരിക്ക കോപ്പി അടിച്ചതായി ആരോപണം. ന്യൂയോർക്ക് ടൈംസാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വൈറലായ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. സജ്ജിൽ എന്ന ഡാൻസ് മിസൈലാണ് വലിയ സാങ്കേതിക മികവോടുകൂടി ഇറാൻ രൂപകൽപ്പന ചെയ്തത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയൺ ഡോമിനെ വെട്ടിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. അയൺ ഡോമിൻ്റെ മുൻപിൽ വെച്ച് ഇത് ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പ്രതിരോധിക്കാനുള്ള സംവിധാനം അയൺ ഡോമിന് നഷ്ടപ്പെടുകയും ഇത് ലക്ഷ്യം കാണാത്ത രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ പറഞ്ഞ സജ്ജൽ എന്ന് പറയുന്ന ഡാൻസ് മിസൈൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് നാശമുണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ശക്തമായിരിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് 990 കാലത്താണ് ഇത് പരീക്ഷിച്ചത്. 2008 കാലത്ത് 990 കാലത്ത് രൂപകൽപ്പന ചെയ്യുകയും 2008 പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തു. എന്നാൽ മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇത് വിൽപ്പന നടത്തുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ല. സൂക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. കര ഇന്ധനമാണ് എന്നതിനാൽ ഇതിന് വലിയ രീതിയിൽ തന്നെ പല വ്യത്യസ്ത മേഖലകളിൽ വെച്ച് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 2000 മുതൽ 2500 വരെ കിലോമീറ്റർ പരിധി ഇതിനുണ്ട്. 700 കിലോഗ്രാം ഭാരം വഹിക്കാൻ വേണ്ടി സാധിക്കും. കര ഇന്ധനം ഉപയോഗിച്ച് നിർമ്മിച്ച ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലായിട്ടാണ് സജ്ജൽ ഡാൻസ് മിസൈലിനെ അറിയപ്പെടുന്നത്. ഇത്തരമൊരു പേരിലും ഇത്തരമൊരു രൂപത്തിലും ലോകത്ത് ഈ ഒരു മിസൈൽ മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് പറയുന്നത്, ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പറത്തിവിടുന്നതാണ്. പുറപ്പെടുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ നിയന്ത്രണമുള്ളത്. പറന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് കാണിച്ചു കൊടുക്കുന്ന റൂട്ടിലൂടെ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ അത് ആക്രമിക്കുകയാണ് ചെയ്യുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം സജ്ജൽ മിസൈലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ദിശ മാറ്റാൻ വേണ്ടി സാധിക്കും. ഡ്രോണിനെ പോലെയാണ്. ഡ്രോൺ ഒരു കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ ഉയർന്നു പൊന്തുന്ന സമയത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റത്തിരുത്തലുകൾക്ക് വരുത്താൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ ആ ഡ്രോണിനെ തിരിച്ച് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ കൃത്യമായിരിക്കുന്ന ഒരു കൺട്രോൾ ഉണ്ട്. മിസൈലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരിക എന്നുള്ള ഒരു കൺട്രോൾ അതിനില്ല. ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എത്തും എന്നുള്ള രീതിയിലാണ് മിസൈലിനെ തൊടുത്ത് വിടുന്നത്. അപ്പോൾ ഇത് മിസൈലാണ്, പല സമയത്ത് ബാലിസ്റ്റിക് മിസൈലാണ്. ഇന്ധനം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ ഡ്രോണിനെ പോലെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അഥവാ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, അയൺ ഡോം പ്രതിരോധിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് വേണമെങ്കിൽ ആ പ്രതിരോധത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ പോലും സാധിക്കുന്ന തരത്തിലാണ് ഈ മിസൈലിൻ്റെ നിർമ്മിതി എന്നുള്ളത് അമേരിക്കയെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇതിന് സാങ്കേതിക വിദ്യക്ക് വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തുകയും ചെയ്തു. സമാനമായിരിക്കുന്ന മിസൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതുപോലെ ഒരു കൃത്യതയായിട്ടില്ല. അതിന് കൃത്യത ആവാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ഈ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ ഒന്നുകിൽ ചോർന്നു പോകണം, അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് വീണിട്ട് അത് പൊട്ടാതിരിക്കണം. അത് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് ഇസ്രായേലിന് നേരെയാണ്. പൊട്ടാത്തൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പൊട്ടിത്തെറിക്കുന്ന സമയത്ത് സാങ്കേതിക വിദ്യയുടെ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതിനാൽ ഈ കാര്യത്തിൽ അമേരിക്ക വലിയ നിരാശയിലാണ്. ട്രക്കുകളിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. വാർ ഹെഡ് 500 മുതൽ 1000 കിലോ വരെയാണ്. ഇറാൻ വികസിപ്പിച്ച പ്രധാന സാങ്കേതിക വിദ്യയിൽപ്പെട്ടതാണ് ഈ പറയപ്പെട്ട സജ്ജൽ എന്ന് പറയുന്ന ഡാൻസ് മിസൈൽ. റഷ്യയുടെയും ചൈനയുടെയും മിസൈൽ ടെക്നോളജിയിൽ നിന്നാണ് ഇതിലേക്കുള്ള സ്വാധീനമുണ്ടായത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ട്രക്കുകളിൽ നിന്ന് ലോഞ്ച് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഇവരുടെ ട്രക്കുകൾ കാര്യമായിട്ടുള്ളത് ബങ്കറിൻ്റെ അടിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പർവ്വതത്തിൻ്റെ തായ്വാരത്തോ ആണ്. കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. പർവ്വതം എന്ന് പറയുന്ന സമയത്ത് വലിയ രീതിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി, ഒരു 1/2 കിലോമീറ്റർ താഴ്ചയിലൊക്കെ തുരങ്കം ഉണ്ടാക്കി അതിലാണ് ഇത് ഒളിപ്പിച്ച് വെക്കുക. അപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും പല ഘട്ടങ്ങളിലും അവരുടെ എല്ലാ മിസൈൽ സംവിധാനവും 70% തകർത്തു എന്ന് പറയുന്ന അന്നത്തെ രാത്രി തന്നെ ഇഷ്ടം പോലെ തിരിച്ച് മിസൈലുകൾ ഇറാൻ വിടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മിസൈൽ തകർത്തിട്ടുണ്ട്, ഒരുപക്ഷെ ശരിയായിരിക്കാം. യഥാർത്ഥത്തിലുള്ള മിസൈലിൻ്റെ കൂടാരങ്ങൾ എവിടെയാണെന്ന് ഇപ്പോഴും അമേരിക്കക്കോ ഇസ്രായേലിനോ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ മിസൈൽ വിക്ഷേപിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേലിനേക്കാണ് വലിയ രീതിയിൽ മുൻതൂക്കം ഇറാന് തന്നെയാണുള്ളത്. അവരിപ്പോഴും വിക്ഷേപിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ട്രക്കുകളിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. അതും ഈ പറയപ്പെട്ട സജ്ജൽ ഡാൻസ് മിസൈലാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യമാണ്. പുറപ്പെട്ടാൽ പിന്നീട് അതേതെങ്കിലും പ്രതിരോധ സംവിധാനത്തിന് കൊണ്ട് കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. അവിടെ വെച്ച് അതിങ്ങനെ ഡാൻസ് കളിച്ചിട്ട് മറ്റേതെങ്കിലും ഭാഗത്തിലേക്ക് മാറി നിന്നുകൊണ്ട്
പിന്നീട് താഴെ വീണിട്ട് ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രയാസമായിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. മിസൈലിൻ്റെ കൂടാരം അതിൻ്റെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അത് കണ്ടെത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും ലക്ഷ്യപ്രാപ്തി കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം. പലതരത്തിലുള്ള മിസൈൽ നിർമ്മിതിയൊക്കെ അമേരിക്ക നിർമ്മിച്ചിട്ടുണ്ട്. സജ്ജലിന് സമാനമായിരിക്കുന്ന മിസൈൽ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലെത്തുന്ന സമയത്താണ് അമേരിക്കയും ഇറാനും രണ്ട് വഴിയെ തിരിഞ്ഞു പോകുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും ഒന്നാം നമ്പർ സംവിധാനം ഉണ്ടായിരുന്നത് അമേരിക്കക്കായിരുന്നു, പിന്നീട് റഷ്യക്കായിരുന്നു. ഈ രണ്ട് രാജ്യത്തെയും കവച്ചുവെട്ടി ഇപ്പോൾ ഇറാൻ അത് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത കിലോമീറ്റർ പറന്നുകൊണ്ട് വേഗതയെ പോലെയൊക്കെ കവച്ചുവെട്ടി പറന്ന് ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കുന്ന ഇത്രയും സാങ്കേതിക മികവോടുകൂടിയുള്ള മിസൈലുകൾ മറ്റൊരു ലോകരാജ്യവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് രണ്ടാമത് സ്ഥാനത്തിരിക്കുന്നത് ഇപ്പോൾ കൊറിയയുടെ പേരാണ് വരുന്നത്. കൊറിയയുടെ കൈവശത്തിലുള്ളതും ശക്തമായിരിക്കുന്ന മിസൈലുകളാണ്. ഒരു പ്രദേശം പോലും കത്തിച്ചാമ്പലാകാൻ മാത്രം ശക്തിയുള്ള മിസൈലിൻ്റെ നിർമ്മിതികളൊക്കെ കൊറിയ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നിർമ്മിച്ചത് മാത്രമല്ല, അത് ഇറാന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതും ഇറാൻ അത് പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇറാൻ്റെ സാങ്കേതിക വിദ്യകളൊക്കെ കൊറിയക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള പേര് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ഒന്ന് പരാജയപ്പെടുത്തിയിട്ട് ലോകത്തിന് മുൻപിൽ അത് കാണിച്ചു കൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായി അമേരിക്ക നടത്തുകയാണ്. അതിൻ്റെ അവസാനത്തെ പടി എന്ന നിലക്കാണ് ഇറാൻ്റെ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട്, ദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ആക്രമണം നടത്തുന്ന ഒരു പ്രത്യേകത ഉണ്ടായ കാര്യം, പെട്രോളിയം കയറ്റുന്ന ഏരിയകൾ കേന്ദ്രീകരിച്ചു കൊണ്ടോ അതല്ലെങ്കിൽ സംഭരണ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടോ ആണ് ആക്രമണം നടത്തുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നു പോകുന്ന കൈമാറ്റം പോലും, അതായത് ഇപ്പോൾ കുറച്ചെങ്കിലും കപ്പലുകൾ ഒറ്റപ്പെട്ട രീതിയിൽ പോകുന്നുണ്ട് ഇറാൻ്റെ സമ്മതത്തോടു കൂടി എന്നാണ് പറയുന്നത്. അതുപോലും നിന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരും. പെട്രോളിയത്തിൻ്റെ ഡീസലിൻ്റെ വിലകളൊക്കെ വലിയ രീതിയിൽ ഈ അമേരിക്കയിൽ തന്നെ ഇപ്പോൾ കൂടിയിരിക്കുന്നു. $3 $3.5 അധികമായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. സാമ്പത്തിക ഈ പെട്രോളിയത്തിൻ്റെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലോകാടിസ്ഥാനത്തിൽ കുറേശ്ശെ ഇപ്പോൾ അനുഭവിച്ചു വരുന്നുണ്ട്. ബംഗ്ലാദേശ് ശ്രീലങ്കയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അവരുടെ പല സ്ഥാപനങ്ങൾ അടച്ചിരിക്കുന്നു, തുറക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസമാണ്. കോളേജുകൾ അടക്കുന്നു, ക്യാൻറ്റീൻ അടക്കുന്നു, ഹോട്ടലുകൾ അടക്കുന്നു. അങ്ങനെ പൊതു മേഖലയിലുള്ള പരമാവധി സ്ഥാപനങ്ങളൊക്കെ അടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ പെട്രോളിയത്തിൻ്റെ ലഭ്യതക്കുറവ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ സംഭരണിയായിട്ട് സൂക്ഷിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊന്നും ഇത്തരം ചെറിയ രാജ്യങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോൾ സജ്ജൽ എന്ന് പറയുന്ന ഡാൻസ് മിസൈലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ വലിയ ചർച്ച വരുന്നത്. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഒരു മിസൈൽ പോലും ഇതുവരെ പായായി പോയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള ചോദ്യമൊക്കെ ഇതിന് മുമ്പ് ഇറാനോട് തന്നെ ചോദിക്കപ്പെട്ടിട്ടുണ്ടോ, അതൊന്നും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും എന്നുള്ളതാണ് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ഒരു സമ്മേളന നഗരിയൊക്കെ ഉപമിച്ചുകൊണ്ട് വലിയൊരു ജനാവലി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എത്ര ആളുണ്ട് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാത്ത വിധം ഈ പറയപ്പെട്ട സജ്ജൽ മിസൈലും അങ്ങനെ തന്നെയാണ് കൂട്ടം കൂടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ കൂട്ടത്തോട് കൂടിയിട്ടാണ് ഈ ടാങ്ക് ഈ ഒളിസങ്കേതത്തിലൊക്കെ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം. അപ്പോൾ ഏതായിരുന്നാലും മിസൈലിനാൽ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന രാജ്യമായിട്ട് അമേരിക്ക മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അവർ വലിയ രീതിയിൽ വിഷണ്ണമായ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിനോടൊപ്പം മറ്റ് ലോക രാജ്യങ്ങൾ ചേരുന്നില്ല എന്നുള്ളതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ നിരാശയാക്കുന്നത്. മറ്റേതൊരു ലോകയുദ്ധം നടക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരിക്കുന്ന രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ. ഇതിൽ അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കക്കെതിരെ സംസാരിക്കുന്നിടത്ത് എങ്ങനെയാണ് വിജയിക്കുക അതിജീവിക്കുക എന്ന കാര്യത്തിൽ അമേരിക്ക വലിയ പ്രയാസം അനുഭവിക്കുന്നു. ഒരു മേഖലയിൽ നിന്ന് ഏത് രാജ്യത്തെ വിളിച്ചിട്ട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടും ആരും അനുകൂലമായിരിക്കുന്ന ഒരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളത് പോലും യഥാർത്ഥത്തിൽ അമേരിക്കയെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുകൂടിയാണ് നമ്മൾക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.